മഹേഷിൻ്റെ ആത്മഹത്യയെ സംബന്ധിച്ച് അദ്ദേഹം തയ്യാറാക്കിയ കുറിപ്പും അനുബന്ധമായി നടന്ന അതേക്കുറിച്ച് ശക്തമായ അന്വേഷണം നടത്തണം എന്നുള്ള ആവശ്യവും അത് വീണ്ടും ഉയർന്നു വന്നത് ഈ ഗവൺമെൻറ് വന്നതിന് ശേഷവും ഉയർന്നു വന്നത് എനിക്ക് തോന്നുന്നു ബഹുമാന്യനായ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളിയെ കുറച്ചൊരു പരിഭ്രാന്തനാക്കിയിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. കാരണം അദ്ദേഹം തന്നെ അവതരിപ്പിച്ച വിഷയങ്ങളും ആ അവതരണ രീതിയും അദ്ദേഹത്തിൻ്റെ പദപ്രയോഗങ്ങളും അതിലെ ഉള്ളടക്കവും ഒക്കെ അദ്ദേഹം വഹിക്കുന്ന SNDP യോഗത്തിൻ്റെ മഹത്തായ SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി എന്ന പദവിയിലിരിക്കുന്ന ഒരു വ്യക്തിയിൽ നിന്നും ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. അദ്ദേഹവുമായി വ്യക്തിപരമായി എനിക്ക് യാതൊരു വിരോധവുമില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ നിലപാടുകളിലും നടപടികളിലും നയങ്ങളിലും ശക്തമായ അഭിപ്രായ വ്യത്യാസമുണ്ട്. അതിപ്പോഴല്ല, അദ്ദേഹം SNDP യോഗം ജനറൽ സെക്രട്ടറിയായി വന്ന കാലം മുതൽ തന്നെ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം, ശ്രീനാരായണ ഗുരുസ്വാമികൾ ഏതൊരു ലക്ഷ്യത്തെ മുൻനിർത്തിയാണോ SNDP യോഗത്തിന് രൂപം കൊടുത്തത്, ശ്രീനാരായണ ഗുരുവിൻ്റെ അനുഗ്രഹത്തോടുകൂടി 1903 SNDP യോഗം രൂപീകൃതമായി. മഹാകവി കുമാരനാശാൻ അതിൻ്റെ പ്രഥമ സെക്രട്ടറിയായി. മഹാന്മാരായ നിരവധി പ്രഗത്ഭമതികൾ കുമാരനാശാനെ തുടർന്ന് ആ പദവിയിലേക്ക് വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് എടുത്തു പറയുകയാണെങ്കിൽ TK മാധവൻ, C കേശവൻ, R ശങ്കർ തുടങ്ങിയ പ്രഗത്ഭമതികൾ കേരളത്തിൻ്റെ സാമൂഹ്യ മുന്നേറ്റത്തിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനങ്ങൾ പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് കേരളത്തെ നവോത്ഥാനത്തിലേക്ക് നയിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചവരാണ് അവരൊക്കെ. നമുക്കൊരു കാര്യം കൃത്യമായി അറിയാം, കേരളീയ നവോത്ഥാനത്തിന് വലിയ പങ്ക് വഹിച്ച, നിർണായകമായ പങ്ക് വഹിച്ച മഹാത്മാവാണ് ശ്രീനാരായണ ഗുരുസ്വാമി. അദ്ദേഹത്തിൻ്റെ അരുവിപ്പുറം പ്രതിഷ്ഠ അന്നുള്ള സാമൂഹ്യ വ്യവസ്ഥയ്ക്കെതിരെ ഏറ്റവും സൗമ്യമായി തന്നെ എതിർക്കുന്നവരെ കൂടി തന്നിലേക്ക് ആകർഷിക്കുന്ന ആ ഒരു ശൈലി അവലംബിച്ചുകൊണ്ട് 1888 ശിവരാത്രി നാളിൽ അരുവിപ്പുറത്ത് നടത്തിയ പ്രതിഷ്ഠ കേരളീയ നവോത്ഥാന മുന്നേറ്റത്തിൻ്റെ ഏറ്റവും ശക്തമായൊരു കാൽവയ്പ്പായിരുന്നു. പിന്നീട് ശ്രീനാരായണ ഗുരു SNDP യോഗത്തിന് രൂപം നൽകി 1903. നേരത്തെ സൂചിപ്പിച്ചതുപോലെ മഹൽ വ്യക്തികൾ അദ്ദേഹത്തോടൊപ്പവും പിന്നീടും സെക്രട്ടറി സ്ഥാനത്തേക്ക് വന്നു. സാമൂഹ്യ സമത്വം ആ ലക്ഷ്യമാണ് SNDP യോഗം രൂപീകരിക്കുന്നതിനും മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും ശ്രീനാരായണ ഗുരുവിനെ പ്രേരിപ്പിച്ചത്. അതുപോലെ തന്നെ സമൂഹത്തിൽ നിലവിലുള്ള അനാചാരങ്ങളും ദുരാചാരങ്ങളും പിഴുതെറിയുക എന്നൊരു മൗനമായ നിശബ്ദമായ എല്ലാ ആളുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് എതിർക്കുന്നവരെ പോലും തങ്ങളിലേക്ക് ആകർഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക എന്നൊരു ശൈലി, ഈ ശൈലിയുമായി ദേശീയ തലത്തിൽ മുന്നോട്ട് പോയത് മഹാത്മാഗാന്ധിയാണ്. എതിർക്കുന്നവരെ പോലും തങ്ങളിലേക്ക് ആകർഷിക്കുക. ശ്രീനാരായണ ഗുരുവും അതാണ് ചെയ്തത്. അരുവിപ്പുറം പ്രതിഷ്ഠ കഴിഞ്ഞ് ശക്തമായ എതിർപ്പ് അന്നത്തെ സാമൂഹ്യ വ്യവസ്ഥതയുടെ
ഏറ്റവും ശക്തരായ വക്താക്കളുടെ ഭാഗത്തു നിന്നുണ്ടായപ്പോൾ നാം നമ്മുടെ ശിവനെയാണ് പ്രതിഷ്ഠിച്ചത് എന്ന് എത്ര ശാന്തമായ ഒരു മറുപടിയാണ് അദ്ദേഹം നൽകിയത്. ആ ഒരൊറ്റ മറുപടിയിലൂടെ അദ്ദേഹം എതിർപ്പ് ഉന്നയിച്ചവരെയൊക്കെ നിശബ്ദരാക്കി. ആലുവയിലെ സർവമത സമ്മേളനം മതവൈര്യം ഇല്ലാതാക്കുന്നതിന് എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ചതിന് വേണ്ടി നടത്തിയ ശക്തമായ സന്ദേശം നൽകുന്ന ആലുവയിലെ സർവമത സമ്മേളനം. വൈക്കം സത്യാഗ്രഹം നമ്മുടെ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട, അടിച്ചമർത്തപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട, ആരാധനാ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട, ക്ഷേത്രപ്രവേശനം നിഷേധിക്കപ്പെട്ട ഒരു കാലത്ത് ആ പൗരാവകാശം സ്ഥാപിച്ചെടുക്കുന്നതിന് വേണ്ടി മഹാത്മാഗാന്ധിയുടെ അനുവാദത്തോടെ ശ്രീനാരായണ ഗുരുസ്വാമികളുടെ അനുഗ്രഹത്തോടെ നടത്തിയ വൈക്കം സത്യാഗ്രഹം SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്ന TK മാധവൻ കാക്കിനിടയിൽ ചേർന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ ഈ പ്രശ്നം ഉന്നയിച്ചു. ഗാന്ധിജിയുടെ അനുവാദം തേടി. അതേ തുടർന്നാണ് വൈക്കം സത്യാഗ്രഹം 1924 ആരംഭിച്ചത്. എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ചിരുന്നു. മന്നത്ത് പത്മനാഭൻ്റെ നേതൃത്വത്തിലുള്ള സവർണ ജാഥ, സവർണ വിഭാഗത്തിൽപ്പെട്ട ആളുകളെ കൂടി വൈക്കം സത്യാഗ്രഹത്തിൻ്റെ സന്ദേശത്തിലേക്ക് ആകർഷിക്കുന്നതിന്, അടുപ്പിക്കുന്നതിന് വേണ്ടിയുള്ള മഹാത്മാഗാന്ധിയുടെ അനുമതിയോടെ, അദ്ദേഹത്തിൻ്റെ ആശീസ്സുകളോടെ നടത്തിയ ആ സവർണ ജാഥ, അതൊക്കെ ഒരു ചരിത്ര സംഭവമാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഇത്രയേറെ ചരിത്ര സംഭവങ്ങൾക്ക്, കേരളീയ സമൂഹത്തിൻ്റെ നവോത്ഥാന മുന്നേറ്റത്തിന്, സമൂഹത്തിൻ്റെ ജീർണത അവസാനിപ്പിക്കുന്നതിന് മുന്നോട്ട് പോയ SNDP യോഗത്തിന് ഇന്ന് നേതൃത്വം നൽകുന്ന വെള്ളാപ്പള്ളി ഗുരു ഏതൊക്കെ ആശയങ്ങളാണോ പറഞ്ഞത്, SNDP യോഗം ഏതെല്ലാം ആശയങ്ങളാണോ ഉയർത്തിപ്പിടിച്ചത്, അതിനെല്ലാം എതിരായ നിലപാടിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.